തൃശൂർ ബാങ്ക് കൊള്ളക്കേസ് പ്രതി റിജോ ആന്റണിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. ബാങ്കിലും റിജോ പണം നൽകിയവരുടെ വീടുകളിലും എത്തിച്ചാണ് തെളിവെടുപ്പ്. 12 ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് റിജോയുടെ നാട്ടുകാരി നൽകിയ നിർണായക വിവരമാണ്. സിസിടിവിയിൽ കണ്ടതിന് സമാനമായ ശരീരപ്രകൃതമുള്ള ഒരാൾ പ്രദേശത്ത് താമസിക്കുന്നുണ്ടോ എന്നായിരുന്നു പോലീസിന്റെ ചോദ്യം. ആ സ്ത്രീ കൃത്യമായി വീട് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് പ്രതി പോലീസിന്റെ പിടിയിലാവുന്നത്. ശരൺ ചേരുന്നുണ്ട്. ശരൺ, തെളിവെടുപ്പ് നടക്കുകയാണോ? ധന്യ, അതായത് പ്രതിയായ റിജോ ആന്റണിയുമായുള്ള തെളിവെടുപ്പ്, അതായത് പ്രാഥമിക തെളിവെടുപ്പ് നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിന് മുന്നോടിയായിട്ട് കൂടിയാണ് ഇപ്പോൾ പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. നേരത്തെ ഇവിടുന്ന് ഞാൻ നിൽക്കുന്ന ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കുകയും നേരെ പോയത് അന്നനാട് എന്നുള്ള സ്ഥലത്തേക്കാണ്. അവിടെ ഒരു ബിനേഷിന്റെ വീട്ടിലേക്കാണ് പോയത്. ഈ ബിനേഷിൽ നിന്നും പ്രതി നേരത്തെ 2,94,000 രൂപ കടമായി വാങ്ങിയിരുന്നു. അപ്പോൾ ഈ കവർച്ച നടത്തിയതിനു ശേഷം ഇതിലെ ഒരു പങ്ക് അത്തരത്തിൽ കടം വീട്ടാനായിട്ടാണ് ഉപയോഗപ്പെടുത്തിയെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബിനേഷിന്റെ വീട്ടിലേക്ക് പോയത്. അവിടെ വെച്ച് 2,94,000 രൂപ തിരികെ വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. അവർ ഏകദേശം 15 മിനിറ്റിലധികമാണ് അവിടെ തെളിവെടുപ്പ് നടത്തിയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ മടക്കി എത്തിച്ചിട്ടുള്ളത്. ഇനി വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം പ്രതിയെ വൈകിട്ട് 5 മണിയോട് കൂടി കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഇന്നലെ കസ്റ്റഡിയിലായതിന് പിന്നാലെ റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നതാണ്. അങ്ങനെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ തെളിവെടുപ്പ് കൂടി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകും. അങ്ങനെ കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും വിശദമായ തെളിവെടുപ്പും വിശദമായ ചോദ്യം ചെയ്യലിലേക്കൊക്കെ പോലീസ് കടക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നതാണ്. അതായത് ഏത് വിധത്തിലാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിയെന്ന് വ്യക്തമാക്കുന്നതാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം. അതിൽ പ്രധാനമായും ഈ മുഖം മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് ഇയാൾ ഇവിടേക്ക് ബാങ്കിലേക്ക് എത്തിയിരുന്നത്. അങ്ങനെ ഈ ജാക്കറ്റ് ധരിച്ചും ഒക്കെയാണ് വന്നിരുന്നത്. ഹെൽമെറ്റൊക്കെ ധരിച്ചു വന്നിരുന്നു. അതിനുശേഷം സ്വാഭാവികമായിട്ടും പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ, അത്തരത്തിൽ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് പോയിരുന്നത്. ഏകദേശം 25ഓളം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. അങ്ങനെ പരിശോധിച്ചാണ് ഇയാളുടെ വീടിന് സമീപത്തേക്ക് എത്തുകയും അവിടുത്തെ CCTV ദൃശ്യം ശേഖരിച്ചപ്പോൾ അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാൾ സ്കൂട്ടറിൽ ആ വഴി പോയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഈ CCTV ദൃശ്യം ആ പ്രദേശത്തു കൂടി പോവുകയായിരുന്ന ഒരു നാട്ടുകാരിയെ കാണിക്കുന്നു. അങ്ങനെ നാട്ടുകാരിയെ കാണിച്ചപ്പോൾ പറഞ്ഞത് ഇതേ രൂപസാദൃശ്യമുള്ള ആൾ സമീപത്തുള്ള വീട്ടിൽ താമസിക്കുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെയാണ് പോലീസ് സംഘം ഈ വീട്ടിലേക്ക് എത്തുകയും സ്കൂട്ടർ, ഷൂ അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഇയാളാണ് പ്രതി എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു നാട്ടുകാരിയുടെ മൊഴി തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്തത്. എന്തായാലും പരമാവധി വിവരശേഖരണം നേരത്തെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ്. ഇതിനുശേഷം ഇപ്പോൾ സ്റ്റേഷനിൽ തന്നെയാണ് പ്രതി ഉള്ളത്. ഇന്ന് വൈകിട്ട് തന്നെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക. ശരി, ശരൺ.